ലാസ്യ നൃത്തഭാവങ്ങൾ ഒത്തുചേരുന്ന റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ അതിഥിയെ. മറ്റാരുമല്ല, മലയാള സിനിമയിലെ ഐശ്വര്യം തുളുമ്പുന്ന മുഖശ്രീയുമായി നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു അഭിനേത്രിയാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മേനക ചേച്ചി. ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും, മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ശങ്കർ മേനക എന്ന് പറയുന്ന താരജോഡികളെ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു താരജോഡികളായിരുന്നു. അപ്പൊ പറയൂ, ശങ്കർ മേനക എന്ന് പറയുന്ന താരജോഡികളെ കുറിച്ച്, ആ വിശേഷങ്ങളെ കുറിച്ച്. ഒരുപാട് ദീർഘശ്വാസം എടുത്തിരിക്കുകയാണ്, ഒത്തിരി വിശേഷം ഉണ്ടാവും. അങ്ങനല്ല, ശരിക്കും പറഞ്ഞ പാവ സുരേഷ് ഏട്ടനെ എല്ലാരും പ്രാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങള് ഇത്രയും നല്ല പാരാണ് എന്നുള്ളത് അഭിനയം നിർത്തിയതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യാം, ആ ക്യാരക്ടർ ചെയ്യാം, നമുക്ക് ഇതിനെ റീമേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് അഭിനയം, ഇങ്ങനൊന്നും ഞങ്ങൾ പ്ലാൻഡ് അല്ല, തന്നെ വന്ന പടങ്ങളാണ് ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലെറ്റേഴ്സ് വരും, ഫാൻസിന്റെ അടുത്ത് നിന്ന് നിറയെ ലെറ്റേഴ്സ് വരും. അപ്പൊ ഈ ലെറ്റേഴ്സ് മുഴുവനും ചേട്ടനും ശങ്കരേട്ടനും ഒരുമിച്ചിരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് വായിക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് മുഴുവനും സുരേഷ് ഏട്ടാ യു ഷുഡ് ബാക്ക് ഔട്ട്, വേണ്ട, ചേട്ടനല്ല കെട്ടേണ്ടത്, ശങ്കരേട്ടനാണ് കെട്ടേണ്ടത്. ഇത് ഇവർ രണ്ടുപേരും തന്നെ വായിച്ചിങ്ങനെ. അതാണ് എന്താ പറയുക, എനിക്കത് അത്രത്തോളം ഫാൻസ് പേരിനെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൽ അഭിനയിച്ചു, ഇതേ അമൃത ടിവിയിൽ തന്നെ അമ്മയ്ക്കായി എന്നുള്ളൊരു സീരിയൽ അഭിനയിച്ചു. അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴേക്കും ഓടി വന്ന ആള് ശങ്കരേട്ടൻ വന്നില്ലേ ഇതാണ് ചോദിക്കുന്നത്. സോ അങ്ങനെ ഒരു പാർ കിട്ടുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഭാഗ്യമാണ്. അങ്ങനെ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഹ്യൂമൻ ബീങ്, വളരെ അഫെക്ഷനേറ്റ് ആയിരുന്നു. പിന്നെ സുരേഷ് ഏട്ടന്റെ കൂടെ ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ. ശരിക്കും പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്നുള്ള പടം അഭിനയിക്കുന്നത് തന്നെ ചേട്ടന്റെ സോണിലേക്ക് ഞാൻ വരുന്നത്, സുരേഷ് ഏട്ടന്റെ സോണിൽ വരുന്നത് തന്നെ ശങ്കരേട്ടൻ കാരണമാണ്. ശങ്കരേട്ടനാണ് മേനക ഇങ്ങനെ ഒരു നല്ല പ്രൊഡ്യൂസേഴ്സ് ആണ്, എല്ലാ ചെറുപ്പക്കാരും കൂടെ ചേർന്നാണ് പടം എടുക്കുന്നത്, നീ ഡേറ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ. അപ്പം വീണ്ടും ചലിക്കുന്ന ചക്കരം പടത്തിന്റെ സെറ്റിൽ ശംഖുമുഖത്ത് വെച്ചിട്ടാണ് പൂച്ചയ്ക്കൊരു മുക്തി ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വിശേഷം കേൾക്കാൻ പറ്റി, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇനി ഒരു ഗെയിമും കൂടി അങ്ങ് കളിച്ചിട്ട് ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് പോവാം. എന്തായി, റെഡി അല്ലേ ഗെയിം? ഇതും ഒരു അതായത് ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഇങ്ങനെ കാണിക്കും. അതിലൊരു കുഞ്ഞു ഫോട്ടോ, അതായത് അവരുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോയും ഉണ്ടാവും. കാണിക്കുന്ന ഇതിൽ ആരുടെ ചെറിയ കാലത്തെ ഫോട്ടോ ആണ് അതെന്നാണ് ചേച്ചി ഐഡന്റിഫൈ. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ആരാ വരാൻ പോകുന്നത്, ഏത് സെറ്റ് ഓഫ് സെലിബ്രിറ്റീസ് ആണ് വരാൻ പോകുന്നത് നോക്കാം. ഓഹോ, അതായത് ഫഹദ് ഫാസിൽ, ഷൈജു കുറുപ്പ്. ഇതില് മേളില് കാണുന്ന ആ കുഞ്ഞുവാവ കുറച്ച് വലിയ വാവയായി, എന്നാൽ അത് ആരാന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഷൈജു അല്ലേ? ഷൈജു കുറുപ്പിന്റെ ചെറുപ്പകാലാണെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത് അല്ലേ? ഷൈജു ആണെന്നാണ് തോന്നുന്നത്. യെസ്. അപ്പോ ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം ഷൈജു കുറുപ്പ് എന്നാണ്. നമുക്ക് നോക്കാം അത് ശരിയാണോ തെറ്റാണോ. ഓക്കെ, റെഡി? വിചാരിച്ചതാണ്, വിചാരിക്കുക അപ്പൊ തന്നെ പറയണം. ഇനി അടുത്തത് നോക്കാം. നിത്യ മേനൻ, അനു സിതാര, മേഘന രാജ്. പിന്നെയുള്ള കുഞ്ഞുവാവ ആരാണെന്നാണ്. ഇതല്ലേ നിത്യ മേനൻ ആണോ? സൂക്ഷിച്ചു നോക്കണേ, കണ്ണ് നോക്കണം ചേച്ചി, കണ്ണ്. അനു സിതാരയുടെ കണ്ണും അല്ലേ? അനു സിതാരയുടെ കണ്ണും ആ കൊച്ചിന്റെ കണ്ണും നോക്കണം. അനു തന്നെ. യെസ്, അനു ചേച്ചി ഒരു സംശയമില്ലാതെ പറഞ്ഞിരിക്കുകയാണ് അനു. നമുക്ക് ഉത്തരം നോക്കാം. തെറ്റിപ്പോയി, വളരെയധികം. എന്തൊന്ന് ഞാൻ നിത്യാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ അത് തിരുത്താന്നുള്ളതാണല്ലോ. എന്നോടൊരു വിശ്വാസം ഉള്ളവരുടെ അറിഞ്ഞോണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അതിനാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, തെറ്റിക്കാനാണ്. മായ്ക്കൂ, ഇതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞാണ് കറക്റ്റ്, ചേച്ചി പറഞ്ഞാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ണ് നോക്കുന്നു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി പിന്നെ ഇവര് ഭയങ്കര മിടിക്കുകയല്ലേ, എല്ലാം അറിഞ്ഞോണ്ട് ചുമ്മാ ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യാണെന്ന് ഒന്ന് വിചാരിച്ചു. ഒരിക്കലും വിശ്വസിക്കില്ല, പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാന്ന് മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ പറയുന്നത് കേക്കേ ചെയ്യരുത് കേട്ടല്ലോ. ഞാൻ നിത്യാണ് ചുണ്ട് കണ്ടറിയാം, അതെന്നെ നിത്യാണ് ഞാൻ സമ്മതിച്ചു. മോൾ ജയിച്ചു. നിത്യ മേനൻ വളരെ ശരി ഉത്തരം. കള്ളക്കളിയാണ്, കള്ളക്കളി, സോറി. നമുക്ക് അടുത്ത നോക്കാം. വിജയ് യേശുദാസ്, വിനീത് ശ്രീനിവാസൻ, എം ജയചന്ദ്രൻ സാർ. ഈ കുഞ്ഞുവാവ ആരാണ്? കുട്ടൻ.
കുട്ടൻ അല്ലേ? കുട്ടൻ അതായത് എം ജയചന്ദ്രൻ സാറാണെന്നാണ് ചേച്ചി പറയുന്നത്. ആണോ? എന്തായാലും വിജയ് വിജയല്ല, വിജയല്ല. വിജയ് എന്തായാലും ഇല്ല. ഒന്ന് കുട്ടൻ അല്ലെങ്കിൽ വിനീതിനെ പോലെ കാണുന്നില്ലല്ലോ. ചേച്ചി വിനീത് ശ്രീനിവാസന്റെ ചിരിയും കുട്ടന്റെ ചിരിയും നിന്ന് വിശ്വസിക്കില്ല. ഞാൻ പറയുന്ന ചേച്ചി ശ്രദ്ധിച്ചേക്ക്. എനിക്ക് ഇവർ രണ്ടുപേരാലും ഒരാൾ സംശയം. ഒന്ന് കുട്ടൻ അല്ലെങ്കിൽ വിനീത്. അതില് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വിനീത്. ചേച്ചി ആദ്യം കുട്ടൻ നടാ പറഞ്ഞ, പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറ്റി പറയരുത്. ശരി, വേണ്ട, വിനീത് വെക്കാം. അപ്പൊ കുട്ടൻ വേണ്ട. വേണ്ട. ശരി, അപ്പൊ ചേച്ചി അങ്ങനെ എന്റെ വഴിക്ക് വീടില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ട് വിനീത് ശ്രീനിവാസൻ എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പൊ എങ്ങാനും കുട്ടൻ പറഞ്ഞിരുന്നെങ്കിലോ? നീ എന്നെ ഉഴപ്പി. അതെ, ഉഴപ്പി. പക്ഷെ നിന്നെ വിശ്വസിച്ചില്ല. കറക്റ്റ്. അതാണ് പച്ചവെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നെ അത് ഇതാവും എന്ന് പറഞ്ഞ, അല്ല അങ്ങനെ തെറ്റിപ്പോയി, അങ്ങനെ എന്തോ ആയിരുന്നു അത്. പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെയായിരുന്നു ചേച്ചിയുടെ അവസ്ഥ. അതെ. പക്ഷെ ചേച്ചി എന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ വിശ്വസിക്കാതിരിക്കണ്ട, ചില കാര്യത്തിലൊക്കെ എന്നെ വിശ്വസിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി നമ്മളെ കണ്ടസ്റ്റന്റ് വിളിച്ചാലോ? വിളിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആരാണ് അതിഥി, ആരാണ് പെർഫോം ചെയ്യാൻ വരണേന്ന് നോക്കാം. ഒരു ചെറിയൊരു വിഷ്വൽ. ഞാൻ കലാമണ്ഡലം ശ്രീജ ആർ കൃഷ്ണൻ. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ നൃത്തപഠനം ആരംഭിച്ചു. നൃത്തവുമായി ബന്ധപ്പെട്ട വിഷയം ഗവേഷണം നടത്തി ഒരു PhD സമ്പാദിക്കണമെന്നാണ് എൻ്റെ വലിയ ഒരു സ്വപ്നം. അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ. ഇന്ത്യയിലുടനീളം ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു. IADFൻ്റെ ഒരു ചാപ്റ്ററിലാണ് ചെന്നൈയിൽ വന്നതിന് ശേഷം വെളിയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് പോയത്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇത് ഹസ്ബൻഡ് കലാമണ്ഡലം സത്യനാരായണൻ. കലാമണ്ഡലത്തിൽ തന്നെ സംഗീതമായിരുന്നു അഭ്യസിച്ചിരുന്നത്. ഇത് ഞങ്ങളുടെ മൂത്ത മകൻ യദുകൃഷ്ണൻ. ഇത് ഞങ്ങളുടെ ചെറിയ ആള് യശ്വന്ത്. സ്ത്രീകളുടെ കഴിവുകൾക്ക് പ്രചോദനമായി, സ്ത്രീകളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനായി അമൃത TV നടത്തിവരുന്ന റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുന്നു. ഓക്കെ, അപ്പോൾ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്ന ഒരു അസൽ നർത്തകിയാണ്. വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗുരുവാണ്, വീട്ടമ്മയാണ്, നല്ലൊരു എല്ലാം കൊണ്ട് നമ്മുടെ ഷോയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? കലാമണ്ഡലം ശ്രീജ ആർ കൃഷ്ണൻ എന്ന് പറയുന്ന നർത്തകി, അവരുടെ വിശേഷങ്ങൾ കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം മോഹിനിയാട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുഞ്ഞിലെ മുതൽ മോഹിനിയാട്ടം മാത്രമായിരുന്നോ ഇഷ്ടം ഉണ്ടായിരുന്നത്? ഇല്ല, സത്യം പറഞ്ഞാല് കുഞ്ഞിലെ മോഹിനിയാട്ടം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് ഭരതനാട്യമായിരുന്നു ഇഷ്ടം. ഞാനൊരു 4 വയസ്സ് തൊട്ടാണ് നൃത്തം പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അതായത് നമ്മുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം എന്ന് പറയുന്നത് ഉള്ളത് വലിയൊരു അഭിമാനമുള്ള തീർച്ചയായും. കലാമണ്ഡലം എന്നുള്ള ആ ഒരു ലേബലുള്ളതുകൊണ്ട് മാത്രമാണ് എന്നെ കുറച്ചുപേരെങ്കിലും അറിയുന്നത്. അതില് ഭയങ്കര പ്രൗഡാണ് ഞാൻ. ഓക്കെ, നമുക്ക് എന്തായാലും കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം. കൂടെ വന്നിരിക്കുന്ന ആരാണ്? അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, 2 ആൺകുട്ടികൾ. ഹായ് ബേബി. ഹായ്, എന്താ പേര്? യദുകൃഷ്ണൻ. യദുകൃഷ്ണൻ, ഈ ഹെയർ സ്റ്റൈൽ ഒക്കെ കൊള്ളാലോ. ഇതൊക്കെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അങ്ങനെ ചെയ്തത് ഏതെങ്കിലും ആക്ടറിനെ കണ്ടിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞതാണോ? വൈകുണ്ഠപുരം പടത്തിൽ ഒഴിക്കുന്ന അല്ലു അർജുനെ പോലെ തന്നെ ഇരിക്കും. ഇനി എന്ത് വേണോ അല്ലേ? കൊള്ളാം. ഇനി അച്ഛാ, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേരെന്താണ്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, താങ്കൾ പറയൂ, എന്താണ് ശ്രീജയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പഠിപ്പിച്ചു. എല്ലാം കൂടെ നിന്നും മിടുക്കിയായിട്ട് ഇപ്പോ കലാമണ്ഡലം ശ്രീജയായി ഇങ്ങനെ ഇരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ നമ്മുടെ ഹസ്ബൻഡ് അല്ലേ? താങ്കൾ ഒരു മ്യൂസീഷ്യൻ ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഒരു കലാ കുടുംബം തന്നെയാണ്. അപ്പോ ചേട്ടന്റെ സംഗീത ജീവിതം എങ്ങനെ പോകുന്നു? എന്റെ സംഗീത ജീവിതം നന്നായി പോകുന്നു. ശ്രീജയുടെ എല്ലാ പ്രോഗ്രാമിനും പാടുന്നത് ഞാനാണ്. അടിപൊളി. ചിട്ടപ്പെടുത്തുന്ന കാര്യങ്ങളും എല്ലാം ഞാനാണ് സഹായിക്കുന്നത്. അതൊരു വലിയൊരു സന്തോഷമായിരിക്കും അല്ലേ, ഭാര്യ ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ? ജോലിയുണ്ട് എനിക്ക്, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണു, ബാക്കി സപ്പോർട്ട്. വെരി ഗുഡ്. എന്തായാലും അസൽ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാ ശ്രീജയ. രണ്ടുപേരുടെയും കരിയർ നന്നായിട്ട് പോട്ടെ. തീർച്ചയായും. വാവയെ പറയൂ. ഹായ്. ഹായ്, പേരെന്താ? യശ്വന്ത്. ഓക്കെ, യശ്വൻ ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. ഇപ്പൊ വലിയ കുട്ടിയാണ്. പറയൂ അമ്മ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? അമ്മയടുത്ത് ആദ്യം ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ അമ്മ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞോ? അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു ഞാൻ. അപ്പൊ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടി അമ്മയ്ക്ക് അച്ഛനും ഒക്കെ സന്തോഷായി അല്ലേ?